നമസ്കാരം. ഭദ്രകാളിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകളും ഭദ്രകാളി അമംഗളരൂപിയായ ഭദ്രകാളിയെ നമ്മൾ മംഗളകാരിയാക്കി തീർക്കുന്നത്, അതായത് നമ്മുടെ ദുരിതങ്ങളൊക്കെ അകറ്റാനായിട്ട് എങ്ങനെയാണ് നമുക്ക് ഭദ്രകാളിയെ ഉപാസിക്കുക? കേരളത്തിൽ പൊതുവെ ഭദ്രകാളിയെ ഒരു കോപമൂർത്തിയായിട്ട് ആണ് കണക്കാക്കുന്നത്. ചിലർക്ക് ഭദ്രകാളിയെ ഉപാസിക്കുന്നതും ഭദ്രകാളിയെ പൂജിക്കുന്നതും ഒക്കെ അത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിട്ടാണ് മാറിയിരിക്കുന്നത്. കാളി മംഗളരൂപിണിയാണ്. ഭദ്രകാളി അമ്മ നമുക്കെല്ലാവർക്കും, മക്കൾക്ക്, സന്താനങ്ങൾക്കെല്ലാം എല്ലാ ദുരിതവും അകറ്റി മംഗളകാരകമായ ഐശ്വര്യപ്രദായമായ ഒരു അവസ്ഥ ദാനം ചെയ്യുന്നതാണ്. ശത്രുക്കളെ നശിപ്പിക്കാനും ക്ഷുദ്രാഭിചാരങ്ങളെയും ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്നതാണ് ഭദ്രകാളി. ഭദ്രകാളിയെ ഉപാസിക്കുന്നത് മൂലം ഭദ്രകാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വഴിപാടെന്ന് പറയുന്നത് നാരങ്ങ വിളക്കാണ്. നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ മറുവശമെടുത്ത് അതിൽ എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് 101, 336 എന്ന രീതിയിൽ അമ്മയ്ക്ക് നാരങ്ങ വിളക്കുകൾ നമ്മൾ കത്തിക്കുന്നതും ആ വഴിപാട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഗുരുതി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ്. കടുംപായസം നേദിക്കുക, അതുപോലെ തന്നെ ചുവന്ന ചെത്തിപ്പൂവ്, ചുവന്ന ചെമ്പരത്തിപ്പൂവ്, ഇതുകൊണ്ടൊക്കെ അമ്മയ്ക്ക് ഭദ്രകാളിക്ക് ഉപാസനമൂർത്തി ചെയ്യുന്നതും, അതുപോലെ തന്നെ കൗളാചാരത്തിൽ അമ്മയെ ഉപാസിക്കുന്നതും പൂജിക്കുന്നതും അമ്മയെ നേദിക്കുന്നതും ഭുവനേശ്വരിയെ നേദിക്കുന്നതും ഒക്കെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ്. ഇത്തരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് മൂലം നമ്മളെ സന്താനങ്ങളെ അമ്മ വളരെയേറെ അനുഗ്രഹിക്കുകയും ക്ഷുദ്രാഭിചാരങ്ങളെ ഭൂത പിശാചുക്കളുടെ ദോഷങ്ങളൊക്കെ മാറാനും അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുന്നതിനുമൊക്കെ ഇത് വളരെ സഹായകമാകുന്നുണ്ട്.